ശ്രീ എം ജയചന്ദ്രൻ, ഇതിനെ നമുക്കറിയാം, ഇലക്ഷന് മുമ്പ് ഇതിനെ വലിയ സാധ്യതയാക്കി കോൺഗ്രസും ബി ജെ പിയും ഉപയോഗിച്ചു. CPIM-നെതിരെ വരാൻ പോകുന്നു, സർക്കാരിനെതിരെ വരാൻ പോകുന്നു. പക്ഷേ ഉള്ളി തൊലിച്ചോണമായിരുന്നു കാര്യം. മറ്റ് ഒരു രീതിയിലും സർക്കാരിൻ്റെ ഇടപെടലില്ല, സർക്കാരിന് അസ്വസ്ഥതയില്ല, CPIM-ന് അസ്വസ്ഥതയില്ല, LDF-ന് അസ്വസ്ഥതയില്ല. കാരണം അതിൻ്റെ വസ്തുതയായി തന്നെ തെളിയട്ടെ എന്നുള്ളതാണ്. അതിൻ്റെ ചാർജ് ഷീറ്റ് കിട്ടിയതിന് ശേഷം CPM-മായി ബന്ധപ്പെട്ട് ഇപ്പോൾ പത്മകുമാർ അടക്കമുള്ളവർക്കെതിരായി പാർട്ടി നടപടി വേണമെങ്കിൽ അതെടുക്കുകയും ചെയ്യുമെന്ന് കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ചാർജ് ഷീറ്റ് കിട്ടണം, എന്താണ് അതിൻ്റെ വസ്തുത എന്നറിയണം. കാരണം ഇതൊരു അടച്ചിട്ട സംവിധാനമാണല്ലോ. അതുകൊണ്ട് അപ്പോൾ പാർട്ടി അങ്ങനെ എടുക്കുന്നത് ശരിയല്ല എന്നതുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ അത് എടുക്കാത്തത്. അപ്പോൾ അങ്ങനെ അത്ര ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു CPIM-ൻ്റെ നിലപാട്. പക്ഷേ കോൺഗ്രസ് അങ്ങനെയല്ലായിരുന്നു. കോൺഗ്രസ് പോറ്റിയെ കയറ്റിയെ എന്ന പാട്ട് പാടുന്നു, പാരടി, സഖാക്കളാണ് എന്ന് ഉറപ്പിച്ച് പറഞ്ഞ രീതിയിൽ പ്രചരണം നടത്തുന്നു, കുപ്രചരണം നടത്തുന്നു. ഈ രീതിയിൽ അനാരോഗ്യമായും ജനാധിപത്യ വിരുദ്ധമായുള്ള ഒരു നീക്കമായിരുന്നു കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടായത്. ഒപ്പം BJP-യും ചേർന്നു. പക്ഷേ ഇപ്പോൾ കോൺഗ്രസിലേക്കും സാക്ഷാൽ സോണിയാഗാന്ധിയിലേക്കും അടൂർ പ്രകാശിലേക്കും ആൻ്റോ ആൻ്റണിയിലേക്കും ഒക്കെ കാര്യങ്ങൾ തിരിയുകയും അതിൻ്റെ വ്യക്തത വരികയും പോറ്റിയെ കയറ്റിയത് ആരാണ്, എവിടേക്കാണ് എന്നൊക്കെ അറിയുകയും ചെയ്യുന്നൊരു ഘട്ടത്തിൽ കോൺഗ്രസ് മലക്കം മറിയാനാണ് ശ്രമിക്കുന്നത്. CPIM എടുത്തതുപോലെ ആരോഗ്യപരമായൊരു നിലപാടല്ല കോൺഗ്രസ് ആദ്യഘട്ടത്തിലും ഇപ്പോഴും എടുക്കുന്നത്, അല്ലേ എം ജയചന്ദ്രൻ? ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, കുറ്റപത്രം സമർപ്പിക്കാതെ, കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കാതെ വിചാരണ തുടങ്ങാനാവില്ല. അതാണല്ലോ നിയമപ്രകാരമുള്ള നടപടിക്രമം, അങ്ങനെയാണല്ലോ. അപ്പൊ ആ ചാർജ് ഷീറ്റ് സമർപ്പിക്കപ്പെടട്ടെ, വിചാരണ തുടങ്ങുകയോ അവസാനിക്കുകയൊന്നും വേണ്ട. ചാർജ് ഷീറ്റ് കോടതിയിൽ വരട്ടെ. കോടതിയിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ അടിസ്ഥാനത്തിൽ CPIM പത്മകുമാർ അടക്കമുള്ള ആൾക്കാരുടെ കാര്യത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കും എന്നാണ് ആവർത്തിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ നിയമാനുസൃതം എന്താണ് ചെയ്യാൻ കഴിയുക? അതല്ല ഇപ്പോൾ ഉയരുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനം എടുക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല എന്ന് തീർത്ത് പറഞ്ഞിട്ടുമുണ്ട്. കുറ്റപത്രത്തിലാണ് എന്താണ് ഈ വ്യക്തി ചെയ്തിട്ടുള്ള കുറ്റങ്ങൾ എന്നുള്ളത് പോലീസ് അക്കമിട്ട് നിരത്തുന്നത്. അതിനാണ് പാർട്ടി വെയിറ്റ് ചെയ്യുന്നത്. അത് മാത്രമേ ഉള്ളൂ. പക്ഷേ കോൺഗ്രസ് അങ്ങനെയാണോ? കോൺഗ്രസ് ആകെ ഇപ്പോ പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാക്കിയതാരാണ്? ഈ രണ്ടു പേരാണല്ലോ. ഈ രണ്ടുപേരെന്ന് പറഞ്ഞാൽ നിസ്സാരക്കാരല്ല. രണ്ടുപേരും MP ആണ്, അതിലൊരാൾ UDF കൺവീനറുമാണ്. അപ്പോ അത്രയും പ്രബലരായിട്ടുള്ള രാഷ്ട്രീയ ശക്തികൾ എന്ന് തന്നെ, കോൺഗ്രസിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ശക്തികൾ എന്ന് തന്നെ പറയാവുന്ന രണ്ടുപേര് അവരുടെ ചുമതലയിൽ ഈ പറയുന്ന സ്വർണം കട്ടവനെയും കട്ട മുതൽ വാങ്ങിച്ചവനെയും ഒരുമിച്ച് സോണിയാഗാന്ധിയെ പോലെ ഉള്ള ഒരു VVIP എടുത്ത് കൊണ്ടുപോയത് എന്തിന് എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ, അല്ലെങ്കിൽ ആ ഉത്തരത്തെ ഒന്ന് അഡ്രസ് ചെയ്യാൻ പോലും തയ്യാറാകാത്ത വിധം വളരെ പാപ്പരായ രാഷ്ട്രീയ നിലയാണ് കോൺഗ്രസിന് ഇപ്പോൾ ഉള്ളത്. അത് പുറത്തേക്ക് പറയാൻ പുറത്തു വരും എന്നുള്ള ജാള്യത കൊണ്ടാണ് മറ്റ് പല ഞൊടുക്കുബുദ്ധികളും കൊണ്ട് അതിനെ മറയ്ക്കാനായി ശ്രമിക്കുന്നത് VD സതീശൻ. അതുകൊണ്ടൊന്നും കാര്യമില്ല. അന്തിമമായിട്ട് ഇപ്പോൾ തന്നെ കോൺഗ്രസിന്റെ ഉത്തരവാദിത്വ വികാസത്തിൽ എന്താണ്? നേതാക്കൾ അവരുടെ ഏറ്റവും പരമോന്നതയായ നേതാവിനെ ഇവരെ കൊണ്ടുപോയി കാണിച്ചതിന്റെ, ഇവർ ഇടനില നിന്ന് കാണിച്ചതിന്റെ ഉള്ളടക്കം എന്താണ്? എന്തിനാണ് അവർ കണ്ടത്? നമ്മൾ കൂടുതൽ കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ലല്ലോ. ഇയാൾ അക്കാര്യത്തിൽ ആ സമയത്ത് പ്രതിയല്ലായിരുന്നു എന്ന് കോൺഗ്രസുകാർ പറയുന്നുണ്ട്. പ്രതിയല്ലായിരുന്നു. പക്ഷെ എന്തിനാണ് നിങ്ങൾ അവിടെ ചെന്നതെന്നുള്ളത് പറയൂ, അതല്ലേ ചോദിക്കുന്നുള്ളൂ. ഇവരൊന്നും ചോദിക്കുന്നില്ലല്ലോ. അഹിംസാദ് അതല്ലേ ചോദിച്ചത്, ഞാനും അതല്ലേ ചോദിക്കുന്നത്. അതാണ് സാമാന്യ ജനത്തിന് അറിയേണ്ട ഒരു കാര്യം. അതാണ് കോൺഗ്രസുകാർക്ക് അതറിയണമെന്ന് ആഗ്രഹമില്ല. എന്തിനാണ് സോണിയാഗാന്ധി എടുത്ത് ഈ ആന്റോ ആന്റണിയും അടൂർ പ്രകാശും കൂടെ ഇയാളെ കൊണ്ടുപോയത് എന്നുള്ള അറിയാൻ സാധാരണ കോൺഗ്രസുകാർക്ക് അവരുടെ അവകാശമില്ല അറിയുക എന്നുള്ളത്. അത് പറയാൻ അതിന്റെ നിങ്ങൾ അറിയുന്നില്ല, അങ്ങനെ വല്ലതും പോകും എന്ന് പറഞ്ഞാൽ അതൊന്നും ഒഴിയാൻ കഴിയില്ല. കാരണം ഇത് എത്ര വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കോൺഗ്രസ് നേതാക്കൾ അവരുടെ ഏറ്റവും പരമോന്നത നേതാവിന്റെ അടുത്ത് ഈ കക്ഷികളുമായിട്ട് എന്തിനു ചെന്നു, എന്തായിരുന്നു ഈ സന്ദർശനോദ്ദേശം? താങ്കൾ തന്നെ പറഞ്ഞതുപോലെ അതൊരു പ്രാവശ്യമല്ല, ഒന്നിലേറെ തവണ സംഭവിച്ചിട്ടുള്ള കാര്യവുമാണ് ഈ സന്ദർശനം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പുറകിൽ എന്തെങ്കിലും ഉണ്ടോ? ഇതൊക്കെ BJP-ക്കാർ പറയുന്നതായിട്ട് പറഞ്ഞല്ലോ, ഈ ആന്റി ബിസിനസിന്റെ ഇറ്റാലിയൻ കണക്ഷനൊക്കെ. അതൊക്കെ നമുക്ക് ഈ വെറുതെ ഊഹാപോഹങ്ങളിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയില്ല. നമ്മൾ സംസാരിക്കുന്ന ആളുമല്ല. അതൊക്കെ തെളിയിക്കട്ടെ. ഈ എന്താ പറയുക, അഗ്നിശുദ്ധി വരുത്തുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്വമാണ്? ഈ VD സതീശന്റെ ഉത്തരവാദിത്വമാണ്. എന്താണ് അഗ്നിശുദ്ധി വരുത്തേണ്ടത്? അവരുടെ പരമോന്നത നേതാവായ സോണിയാഗാന്ധിയുടെ വ്യക്തിത്വത്തിന് കളങ്കമേറ്റിട്ടില്ല. അവർ വ്യക്തിപരമായി അഗ്നിശുദ്ധി വരുത്തിയിരിക്കുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വത്തിലാണ് അവർ ഗുരുതരമായി വീഴ്ച നിരന്തരം വരുത്തിക്കൊണ്ടേയിരിക്കുന്നത് എന്ന് മാത്രമല്ല
ഒരു പിടി കൂടെ കിടന്ന് ഇന്ന് എറണാകുളത്ത് വെച്ച് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ പോകാൻ എന്താണ് കുഴപ്പം എന്ന് പറയുമ്പോൾ ഇത് മൊത്തത്തിൽ കുഴപ്പത്തിലാണ് ഞങ്ങളെല്ലാവരും നേരത്തെ തന്നെ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് പരസ്യമായി സമ്മതിക്കുന്നതിന് തുല്യമാണ് സതീശന്റെ ഇന്നത്തെ കുറ്റസമ്മതം മൊഴി പോലെ മൊഴി.